മികവോടെ പഠിച്ച് മെറിറ്റിൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി വിദ്യാഭ്യാസം നടത്തുന്ന നമ്മുടെ കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ദൃശ്യങ്ങളാണ് ഈ കണ്ടത്. ഏത് നിമിഷവും തലയ്ക്ക് മുകളിലേക്ക് ഇടിഞ്ഞു വീഴാൻ പാകത്തിൽ നിൽക്കുകയാണ് ഈ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും. അപകടമുണ്ടായ ശേഷം അല്ല തിരുത്തൽ വേണ്ടത്. കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ നിലവിലെ അവസ്ഥ വിശദമായി തന്നെ നമ്മൾ നോക്കുന്നു. അതിനു മുൻപ് ഈ മണിക്കൂറിലെ ഈ ദിവസത്തെ പ്രധാന വാർത്തകളിലേക്ക്. ആരോഗ്യമന്ത്രിയുടെ രാജിക്കായി പ്രക്ഷോഭം കടുപ്പിച്ച് പ്രതിപക്ഷം. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച്. പാലക്കാട്ട് ലാത്തിച്ചാർജ്. കണ്ണൂരും കാസർഗോഡും ജലപീരങ്കി. പത്തനംതിട്ടയിലും കടുത്ത പ്രതിഷേധം. കപ്പലുമേന്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. സമരത്തെ പരിഹസിച്ച് മന്ത്രി വി.എൻ. വാസവൻ. ഞാൻ ചോദിക്കുന്നത് ഈ ആവശ്യം ഉന്നയിക്കുന്നവരുടെ മിനിമം ഒരു ചോദ്യം. 11 പേരുടെ മരണത്തിനിടയാക്കിയതാണ് കർണാടകത്തിൽ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ വന്നപ്പോൾ ഉള്ള സ്വീകരണം. ആ 11 പേര് മരിച്ചിട്ട് അതൊരുക്കിയ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെക്കണമെന്ന് അവർ പറയുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുകയോ ചെയ്യുന്നു? ഇപ്പൊ വിമാനം ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റൽ അപകടം. കെട്ടിടം അപകടാവസ്ഥയിൽ. മുറികൾ ചോർന്നൊലിച്ചിട്ടും നടപടിയില്ല. കെട്ടിടത്തിന് 60 വർഷത്തിലേറെ പഴക്കം. പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന് ചാണ്ടി ഉമ്മൻ എം.എൽ.എ. പാലക്കാട് തൃത്താലയിൽ സ്കൂൾ മേൽക്കൂര തകർന്നു വീണ് തൊഴിലാളിക്ക് പരിക്ക്. അപകടം ആലൂർ AMUP സ്കൂളിൽ. കഴുക്കോൽ മാറ്റാനുള്ള ശ്രമത്തിനിടെ മേൽക്കൂര തകർന്ന് തൊഴിലാളി താഴെ വീണു. ഓടി വീണ് മറ്റൊരാൾക്കും പരിക്ക്. രണ്ടുപേർക്ക് നിപ സ്ഥിരീകരിച്ചതോടെ പാലക്കാട്ടും മലപ്പുറത്തും കോഴിക്കോട്ടും അതീവ ജാഗ്രത. സമ്പർക്ക പട്ടികയിൽ 300-ലധികം പേർ. മലപ്പുറത്ത് 4 പഞ്ചായത്തുകളിലെ 20ഓളം വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോൺ. ആലപ്പുഴ ഓമനപ്പുഴയിലെ ഏഞ്ചലിന്റെ കൊലപാതകത്തിൽ മറ്റ് കാരണങ്ങളും ഉണ്ടെന്ന് നിഗമനം. ഏഞ്ചൽ ദൈവവിശ്വാസത്തിനെതിരായിരുന്നുവെന്ന് സംശയം. സാത്താൻ സേവ പിന്തുടർന്നോ എന്നും പരിശോധന. വീടിന്റെ ഭിത്തിയിലെ വാചകങ്ങളെ ചുറ്റിപ്പറ്റിയും അന്വേഷണം. എരുമേലിയിൽ വാപുരസ്വാമിയുടെ പേരിലുള്ള ക്ഷേത്ര നിർമ്മാണം തടഞ്ഞ ഹൈക്കോടതി. നിർമ്മാണം തടയാൻ എരുമേലി ഗ്രാമപഞ്ചായത്തിന് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ക്ഷേത്ര നിർമ്മാണം അനുമതിയില്ലാതെയെന്ന് പഞ്ചായത്ത്. KCL താരലേലത്തിൽ സഞ്ജു സാംസൺ വിലയേറിയ താരം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സഞ്ജുവിനെ സ്വന്തമാക്കിയത് 26.8 ലക്ഷം രൂപയ്ക്ക്. വിഷ്ണു വിനോദ് 12.8 ലക്ഷത്തിന് കൊല്ലം ഏരീസിൽ. ജലജ് സക്സേന ആലപ്പി റിപ്പിൾസിനും ബേസിൽ തമ്പി ട്രിവാൻഡ്രം റോയൽസിനും സ്വന്തം. ബർമിംഗ്ഹാം ടെസ്റ്റിൽ ഇന്ത്യയുടെ ലീഡ് 300 കടന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് UDF. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഉൾപ്പെടെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലേക്കും നടന്ന പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. അതിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചേക്കും. വീണ ജോർജിന്റെ രാജിയില്ലെന്ന് CPM വ്യക്തമാക്കിയെങ്കിലും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. രാജിവെക്കുന്നതുവരെ മന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ പ്രതിഷേധം തുടരാനാണ് തീരുമാനം. കളക്ടറുടെ അന്വേഷണം മാത്രം പോരെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷം ആവർത്തിക്കുന്നു. ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണ്. ആരോഗ്യ മന്ത്രി കുറ്റവാളിയായി നിൽക്കുകയാണ്. എന്നിട്ട് ഇതിനെല്ലാം വില കുറഞ്ഞ രീതിയിൽ ന്യായീകരിക്കുകയാണ്. അവർ ചെയ്യുന്നത് തെറ്റാണ്. നിരന്തരമായ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. മന്ത്രി വീണ ജോർജിന്റെ രാജിയെങ്കിലും വാങ്ങിച്ചിട്ട് പോയിരുന്നെങ്കിൽ നമുക്കതിനെ ന്യായീകരിക്കാൻ കഴിയുമായിരുന്നു. വാസ്തവത്തിൽ ഞാൻ കരുതിയത് അദ്ദേഹം അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് മന്ത്രിയുടെ രാജി എഴുതി വാങ്ങിക്കുമെന്നാണ്. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഏതായാലും അമേരിക്കയിലും UK ഒന്നും പോയി ചികിത്സിക്കാൻ കഴിയത്തില്ലല്ലോ. അവരുടെ കാര്യം കൂടി ഗവൺമെന്റ് ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതി. എത്രയും പെട്ടെന്ന് വീണ ജോർജ് സ്വയം മുന്നോട്ട് വന്ന് രാജിവെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താഴത്തെ ബാത്റൂമിന്റെ അടുത്ത് നമുക്ക് പോയപ്പോൾ മൊത്തം വേസ്റ്റ് അതിനോട് ചേർത്തിട്ടിരിക്കുക.
ഒരു വിവാദം ഉണ്ടായപ്പോൾ പോലും ഇതൊന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഖേദകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം ഇരമ്പി. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ഔദ്യോഗിക വസതിക്ക് സമീപത്തെ പോലീസ് ട്രെയിനിംഗ് കോളേജ് പരേഡ് ഗ്രൗണ്ടിലേക്ക് ചാടിക്കടന്ന പ്രവർത്തകർ അവിടെ നിന്ന് പോലീസിന് നേരെ കല്ലെറിഞ്ഞു. വനിതാ പ്രവർത്തകരും മതിൽ ചാടി വസതിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പല റൗണ്ട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് യൂത്ത് കോൺഗ്രസ് മാർച്ചിനു നേരെ പോലീസ് ലാത്തി വീശി. സിവിൽ സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റുന്നതിനിടെ ഒരു വിഭാഗം പ്രവർത്തകർ തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത്. പാലക്കാട് ബിജെപി പ്രവർത്തകർ നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. കണ്ണൂരും കാസർഗോഡും ഡിഎംഒ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്കായിരുന്നു ബിജെപി പ്രതിഷേധം. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. എറണാകുളം, കൊല്ലം ഉൾപ്പെടെ പലയിടത്തും പ്രതിഷേധം അലയടിച്ചു. പ്രതിഷേധം കണക്കിലെടുത്ത് മന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ ബിന്ദുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായം സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് കളക്ടർ കൈമാറി. മന്ത്രിസഭായോഗം ധനസഹായം സംബന്ധിച്ച് തീരുമാനമെടുക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അപകടം സംഭവിക്കുമ്പോൾ മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് ശരിയല്ലെന്ന് മന്ത്രി വി എൻ വാസവൻ. വിമാന അപകടമുണ്ടായാൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് പറയുമോ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തകരാറിലായ കെട്ടിടമാണ് തകർന്നത്. എന്നിട്ട് ആ സർക്കാർ എന്ത് ചെയ്തു എന്നും വി എൻ വാസവൻ ചോദിച്ചു. ഞാൻ ചോദിക്കുന്നത്, ഈ ആവശ്യം ഉന്നയിക്കുന്നവരുടെ മിനിമം ഒരു ചോദ്യം. 11 പേരുടെ മരണത്തിനിടയാക്കിയതാണ് കർണാടകത്തിൽ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ വന്നപ്പോൾ ഉള്ള സ്വീകരണം. ആ 11 പേര് മരിച്ചിട്ട് അതൊരുക്കിയ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെക്കണമെന്ന് പറയുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുകയോ ചെയ്തു? ഇപ്പൊ വിമാനം ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ഒരു ഏതെങ്കിലും വണ്ടിയോടെ ഉണ്ടായതുകൊണ്ട് ഗതാഗത മന്ത്രി രാജിവെക്കുക? ഇത് ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിൽ ഉണ്ടായൊന്നുമില്ല. ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ്. അതിന് കാലകൂട്ടി നടപടികൾ സ്വീകരിച്ചിരുന്നു. അത് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അപ്പോൾ ചില ഉപകരണങ്ങൾ വരാനുള്ളതെന്ന് മാത്രം ആണ് താമസം വന്നത്. അല്ലെങ്കിൽ നേരത്തെ തീരുമായിരുന്നു. അപ്പോൾ കാലകൂട്ടി അതിന് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി എന്നുള്ളതിൽ ക്ലിയർ ആകുന്നത്.
മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം. കപ്പലിന്റെ മാതൃക ഉണ്ടാക്കിയായിരുന്നു പ്രതിഷേധ മാർച്ച്. നഗരം ചുറ്റി സെൻട്രൽ ജംഗ്ഷനിലെത്തിയ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കരുനാഗപ്പള്ളി MLA CR മഹേഷ് അടക്കമുള്ള നേതാക്കൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ആരോഗ്യമന്ത്രിയുടെ രാജി കുറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റൽ കെട്ടിടവും അപകടാവസ്ഥയിലാണ്. 60 വർഷം പഴക്കമുള്ള കെട്ടിടം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലാണ്. പല മുറികളും ചോർന്നൊലിക്കുന്നതും കോൺക്രീറ്റ് പാളികൾ അടർന്ന അവസ്ഥയിലുമാണ്. ഹോസ്റ്റൽ സന്ദർശിച്ച് ചാണ്ടി ഉമ്മൻ അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടു. അപകടമുണ്ടായ കോട്ടയം മെഡിക്കൽ കോളേജ് ബിൽഡിംഗിന് ഏതാണ്ട് അല്പം മാറി കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ദുരവസ്ഥയാണ് ഫലത്തിൽ പുറത്തുവരുന്നത്. അത്രയും പരിതാപകരമായ സാഹചര്യമാണ് ഈ ഹോസ്റ്റലിൽ ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കുട്ടികൾ സാക്ഷ്യപ്പെടുത്തുന്ന കാഴ്ചകൾ. പലയിടത്തും ഇടിഞ്ഞ് പോയിരിക്കുന്നു, പലയിടത്തും കോൺക്രീറ്റ് ഇല്ല, കേവലം കമ്പികൾ മാത്രം കാണുന്ന സാഹചര്യം, വെള്ളം ഊർന്നിറങ്ങുന്ന സാഹചര്യം. അത്രത്തോളം ദുർബലമാണ് ഈ ഹോസ്റ്റലിന്റെ കാഴ്ച എന്നുള്ളതാണ്. ഈ കുട്ടികളുടെ പരാതി കുറെ കാലങ്ങളായി ഉയർന്നു വരുന്നതാണ്. പക്ഷെ ആ പരാതിക്ക് ഒരു പരിഹാരവും ഉണ്ടായില്ല. സേഫ്റ്റി നമുക്ക് പ്രത്യേകിച്ച് എൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. മേളിൽ നിന്ന് ഒരു പീസായിട്ട് തന്നെ കോൺക്രീറ്റും പെയിന്റും ആയിട്ട് തന്നെ പറഞ്ഞു വീഴുകയും ബെഡിലേക്ക് വീഴുകയും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വയറിങ്ങും കാര്യങ്ങളും അതൊക്കെ അതുപോലെ തന്നെ ലൂസാണ്. ചില റൂമിൽ ചില സ്വിച്ച് ബോർഡിൽ നിന്നൊക്കെ ഷോക്ക് അടിക്കുക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. MLA ചാണ്ടിയുമ്മൻ ആവശ്യപ്പെടുന്നത് ഇതിന്റെ ബലക്ഷയം പരിശോധിക്കണം. കുട്ടികളെ പെട്ടെന്ന് ഇതിന്റെ എന്തെങ്കിലും നിർമ്മാണം എന്ന പേരിൽ പുറത്തേക്ക് ഇറക്കി നിർത്തരുത്. പകരം അവർക്ക് സൗകര്യം ഒരുക്കി കൊടുത്ത ശേഷം ഇതിന്റെ പുനർനിർമ്മാണം അടക്കമുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കണം. നിങ്ങൾ തന്നെ ഈ കുട്ടിയോട് ചോദിച്ചു നോക്കൂ. പുള്ളി ബീഹാറിൽ നിന്ന് വന്ന് ഇവിടെ പഠിക്കുന്ന ഒരു പയ്യനാണ്. ഹോസ്റ്റൽ വൈസ് വിച്ച് ഇസ് ബെറ്റർ, കേരള ഓർ ബീഹാർ? In my room, in this rainy season, there is 2-inch water in the room. So we used to keep clothes to soak the water and then rinse it out of your room. In normal days, also every other day there will be some wall falling from the room. On top of that, in my room, on the top of the room, there are 2 full water tanks. So it will definitely collapse within some days. The drinking water facility, we are on the 2nd floor. Last room. From there we have to go to that building to bring water. I don't know, is it Rajasthan or Kerala, I don't know. We are 32 inmates in each floor, and in each floor there are only 4 toilets and 4 bathrooms, out of which many doors are broken. Even the flush is not working in almost all of the toilets. Kerala is better in some way, but the hostel, if you compare government college hostels, especially medical college, it is really bad condition. നിങ്ങൾ ഇതെല്ലാം കണ്ടു, നിങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കയറാനുള്ള റോഡിന്റെ അവസ്ഥ കണ്ടു. കയറി കഴിഞ്ഞ് അകത്ത് കയറിയാൽ ബെഡ്റൂമിന്റെ അവസ്ഥ, ബാത്റൂമിന്റെ അവസ്ഥ. താഴത്തെ ബാത്റൂമിന്റെ അടുത്ത് നമുക്ക് പോയപ്പോൾ മൊത്തം വേസ്റ്റും അതിനോട് ചേർത്തിട്ടിരിക്കുക. ഒരു വിവാദം ഉണ്ടായപ്പോൾ പോലും ഇതൊന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഖേദകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. സാധാരണക്കാരൻ പഠിക്കുന്ന സ്ഥാപനമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ. സാധാരണക്കാരന്റെ മക്കളാ. അവർക്ക് ഇങ്ങനെ മതി എന്നായിരിക്കും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അടിയന്തരമായിട്ട് ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് പരിശോധിക്കണം. എവിടെയെങ്കിലും കുട്ടികളെ സർക്കാരിന്റെ ചെലവിൽ സംരക്ഷിക്കണം. ഇത് ആരെങ്കിലും ഒരു അതോറിറ്റി ഒരു ഉത്തരം പറഞ്ഞേ. ആ ബിൽഡിംഗ് 2 ബിൽഡിംഗാണ്. ആ ബിൽഡിംഗ് ഞങ്ങളിപ്പോ കണ്ടപ്പോൾ അടി തൊട്ട് മേൽ വരെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം, അവിടുത്തെ ജനലുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം, വേസ്റ്റ് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം, ടോയ്ലറ്റുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം. എങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകും? ഈ ശൌചാലയം ഉൾപ്പെടെ ഏതാണ്ട് എല്ലാ ഭാഗത്തിനും വളരെ മോശം സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് എടുത്തു കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും സർക്കാർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ രാവിലെ രോഗികളെ പരിശോധിച്ചത് മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ. രാവിലെയാണ് OPയിൽ 1 മണിക്കൂറിലേറെ നേരം വൈദ്യുതി തടസ്സപ്പെട്ടത്. രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും മൊബൈൽ വെളിച്ചത്തിലായിരുന്നു ഡോക്ടർമാർ പരിശോധിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പാലക്കാട് തൃത്താലയിൽ സ്കൂളിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. മേൽക്കൂര തകർന്നു വീണ് തൊഴിലാളിക്ക് പരിക്കേറ്റു. തൃത്താല ആലൂർ AMUP സ്കൂളിൽ ദ്രവിച്ച കഴുക്കോൽ മാറ്റാനുള്ള ശ്രമത്തിനിടെ മേൽക്കൂര തകർന്ന് തൊഴിലാളി താഴെ വീഴുകയായിരുന്നു.
മറ്റൊരു തൊഴിലാളിക്ക് ഓട് വീണും പരിക്കേറ്റു. രണ്ടു പേർക്ക് നിപ്പ സ്ഥിരീകരിച്ചതോടെ പാലക്കാട്ടും മലപ്പുറത്തും കോഴിക്കോട്ടും അതീവ ജാഗ്രത. 300-ലധികം പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്തെ 4 പഞ്ചായത്തുകളിലായി 20ഓളം വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിലാണ്. കൺട്രോൾ റൂമുകളും പ്രവർത്തനം തുടങ്ങി. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. പാലക്കാട് രോഗം ബാധിച്ച യുവതി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതുവരെ 300-ലേറെ പേരുടെ സമ്പർക്ക പട്ടികയാണ് തയ്യാറാക്കിയത്. മലപ്പുറത്ത് 211, പാലക്കാട് 91, കോഴിക്കോട് 43 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് രോഗം ബാധിച്ചു മരിച്ച പെൺകുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളതിലേറെയും ആരോഗ്യ പ്രവർത്തകരാണ്. കൂടുതൽ പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. സ്ഥിതി വിലയിരുത്താൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. രോഗം ബാധിച്ച 2 പേർക്കും ആദ്യം സാരമായ നിപ്പ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നില്ല. 2 മാസത്തിനിടെ രോഗം ആർക്കെങ്കിലും ബാധിച്ചിരുന്നോ എന്നും പരിശോധന നടത്തും. രോഗമുറവിടം കണ്ടെത്താൻ സർവേ നടത്തും. വിപുലമായ സമ്പർക്ക പട്ടികയും തയ്യാറാക്കും. ന്യൂസ് 18 കോഴിക്കോട്. കേരള സർവകലാശാലയുടെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം നാളെ ചേരും. സസ്പെൻഷനെതിരെ രജിസ്ട്രാർ അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ അറിയിക്കേണ്ട നിലപാട് തീരുമാനിക്കാനാണ് യോഗം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യപ്രകാരമാണ് വിസിയുടെ ചുമതലയുള്ള സിസ തോമസ് യോഗം വിളിച്ചത്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് യോഗത്തിൽ ഇടത് അംഗങ്ങൾ ആവശ്യപ്പെടും. എരുമേലിയിൽ വാപുരസ്വാമിയുടെ പേരിലുള്ള ക്ഷേത്ര നിർമ്മാണം തടഞ്ഞ് ഹൈക്കോടതി. നിർമ്മാണം തടയാൻ നടപടിയെടുക്കാൻ എരുമേലി ഗ്രാമപഞ്ചായത്തിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ശബരിമലയിൽ വാപുരയെ വാവരാക്കിയതാണെന്നും എന്നാൽ ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധമില്ലെന്നും വിശ്വഹിന്ദു പരിഷത്ത് വ്യക്തമാക്കി. തിരുവനന്തപുരം ഗൗരീശപട്ടം സ്വദേശി ജോഷിയുടെ ഉടമസ്ഥതയിൽ എരുമേലിയിലുള്ള ഭൂമിയിലാണ് വാപുരം സ്വാമിയുടെ പേരിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത്. എന്നാൽ കേരള പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് കെട്ടിട നിർമ്മാണത്തിന് മതിയായ അനുമതി വാങ്ങിയിട്ടില്ലെന്നാണ് എരുമേലി പഞ്ചായത്ത് ഹൈക്കോടതിയെ അറിയിച്ചത്. തുടർന്നാണ് ക്ഷേത്ര നിർമ്മാണം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തടഞ്ഞത്. തിങ്കളാഴ്ച വാപുരം സ്വാമിയുടെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിക്കാനിരിക്കെയാണ് ഹൈക്കോടതി നടപടി. പഞ്ചായത്ത് നടപടിയെടുക്കുമ്പോൾ ആവശ്യമായ സുരക്ഷ നൽകാൻ എരുമേലി പോലീസിനും ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകി. സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടെങ്കിൽ എരുമേലി SHO ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. നോർത്ത് പറവൂർ സ്വദേശി KK പത്മനാഭൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ അനിൽ K നരേന്ദ്രൻ, S മുരളീധരൻ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിശ്വഹിന്ദു പരിഷത്ത് ഹൈക്കോടതിയിൽ വിശദീകരിച്ചു. ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. വാവരല്ല വാപുരയാണെന്ന വാദത്തിൽ ഹിന്ദു സംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശബരിമലയിൽ വാപുരസ്വാമിയാണെന്നും അതിനെ വാവരാക്കിയതാണെന്നുമെന്ന് VHPയും ഹിന്ദു ഐക്യവേദിയും വാദിക്കുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധമില്ലെന്നും എന്നാൽ ശബരിമലയിലേത് വാപുരസ്വാമിയാണെന്നും VHP ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ പറഞ്ഞു. വാവർ എന്ന് പറയുന്ന സങ്കല്പമില്ല, വാപുരൻ എന്ന് പറയുന്നതാണ്. കാലഘട്ടത്തിൽ ചില പ്രത്യേക അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ വാപുരനെ വാവരാക്കി മാറ്റി ചില തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുള്ളതാണെന്നാണ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആധികാരികമായിട്ടുള്ള 2 ഗ്രന്ഥങ്ങൾ ഞാൻ താങ്കൾക്ക് ഇപ്പോൾ എന്റെ കയ്യിൽ ഇരിപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായി വാപുരനാണ് അയ്യപ്പന്റെ സന്തത സഹചാരിയായിരുന്നു എന്ന് കാണിക്കാം. വാപുരസ്വാമിയെ കേരളത്തിലെ പ്രത്യേകതരം മതേതരവാദികൾ ഇത് വാവരസ്വാമി ആക്കിയതാണെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു. വാപുരൻ എന്നുള്ളത് തികച്ചും ഹൈന്ദവമായ ഒരു സങ്കല്പമാണ്. വാവര് നമ്മുടെ കേരളത്തിലെ ഈ തലതിരിഞ്ഞ മതേതര സങ്കല്പവും മതസൗഹാർദ്ദവും ഒക്കെ കൊണ്ടുവരുന്ന ഒരു ഭാഗമായിട്ടാണ്. അതുകൊണ്ടൊന്നും മതസൗഹാർദ്ദം ഉണ്ടായിട്ടില്ല, ഉണ്ടാവാനും പോകുന്നില്ല. എന്നാൽ VHPയെയും ഹിന്ദു ഐക്യവേദിയെയും തള്ളിയ അയ്യപ്പ ധർമ്മസേന നേതാവ് രാഹുൽ ഈശ്വർ ഇതിന് പിന്നിൽ വർഗീയ വിദ്വേഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നും പറഞ്ഞു. അവർക്ക് അവരുടേതായ സ്ഥലത്തെടുത്ത് അമ്പലം തുടങ്ങുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഇത് മനസ്സിൽ ഇസ്ലാമോഫോബിയ വെച്ച് പറയുന്നതാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ആർക്കും ഏത് അമ്പലവും തുടങ്ങാം, പക്ഷെ ഇതിന്റെ പിന്നിലെ അജണ്ട ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മാത്രം മതി. ന്യൂസ് 18 കൊച്ചി. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പ്രദർശനാനുമതി വിവാദത്തിൽ ചിത്രം നേരിട്ട് കണ്ട ഹൈക്കോടതി ജഡ്ജി. എറണാകുളം പടമുകളിലുള്ള കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിലെത്തിയാണ് സിനിമ ജസ്റ്റിസ് N നഗരേഷ് കണ്ടത്. വിവാദം സിനിമ കണ്ട് നേരിട്ട് പരിശോധിക്കുകയായിരുന്നു ജഡ്ജിയുടെ ലക്ഷ്യം. അടുത്ത ബുധനാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. ജാനകി എന്ന പേര് മാറ്റാത്തതിനെ തുടർന്ന് സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച് സെൻസർ ബോർഡ് നടപടി ചോദ്യം ചെയ്താണ് നിർമ്മാതാക്കളുടെ ഹർജി.
KCL രണ്ടാം സീസണിലെ താരലേലത്തിൽ സഞ്ജു സാംസൺ വിലയേറിയ താരം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 26.8 ലക്ഷം രൂപയ്ക്കാണ് സഞ്ജുവിനെ സ്വന്തമാക്കിയത്. സഞ്ജു സാംസൺ ഗ്ലാമർ പ്ലെയർ എന്ന് ട്രിവാൻഡ്രം റോയൽ സഹ ഉടമയും സംവിധായകനുമായ പ്രിയദർശൻ പറഞ്ഞു. സഞ്ജുവിന്റെ വരവ് ടൂർണമെന്റിന് ആവേശം പകരുമെന്നും പ്രിയദർശൻ പറഞ്ഞു. വിഷ്ണു വിനോദാണ് വൻ തുക നേടിയവരിൽ രണ്ടാമൻ. 12.8 ലക്ഷത്തിനാണ് വിഷ്ണുവിനെ കൊല്ലം ഏരീസ് ലേലത്തിൽ പിടിച്ചത്. ജലജ് സക്സേനയും ലേലത്തിൽ നേട്ടമുണ്ടാക്കി. ആലപ്പി റിപ്പിൾസ് 12.4 ലക്ഷം രൂപയാണ് ജലജിനായി ചെലവഴിച്ചത്. ബേസിൽ തമ്പിയെ 8.4 ലക്ഷം രൂപയ്ക്ക് ട്രിവാൻഡ്രം റോയൽസും ഷോൺ റോജർ 4.4 ലക്ഷം രൂപയ്ക്ക് തൃശൂർ ടൈറ്റൻസിനും സ്വന്തമായി. തിരുവനന്തപുരത്തായിരുന്നു താരലേലം നടന്നത്. ആലപ്പുഴ ഓമനപ്പുഴയിലെ ഏഞ്ചലിന്റെ കൊലപാതകത്തിൽ ദുരൂഹത ഏറുന്നു. ഏഞ്ചലിന്റെ വീടിന്റെ ഭിത്തിയിൽ എഴുതിയ ഒരു വാചകമാണ് സംശയം ബലപ്പെടുത്തുന്നത്. പരമ്പരാഗത ദൈവവിശ്വാസത്തിനെതിരായി സാത്താൻ സേവ പോലുള്ള എന്തെങ്കിലും ആചാരങ്ങൾ ഏഞ്ചൽ പിന്തുടർന്നോ എന്നും അന്വേഷിക്കുന്നുണ്ട്. വീട്ടുകാരെ ആക്രമിച്ച ശേഷം ബൈബിൾ വലിച്ചെറിയാൻ എടുത്തപ്പോഴാണ് ഏഞ്ചലിനെ കൊലപ്പെടുത്തിയതെന്നാണ് മാതാപിതാക്കൾ നൽകിയ മൊഴി. മോക്ഷ, ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ, ജനന മരണങ്ങളിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുമുള്ള മോചനം, ആത്യന്തിക മുക്തി. പരമ്പരാഗത ദൈവവിശ്വാസികളായ മാതാപിതാക്കളുടെ മകളാണ് സ്വന്തം വീടിന്റെ ഭിത്തിയിൽ ഇങ്ങനെ കുറിച്ചത്. എന്തിനാവും ഏഞ്ചൽ ജാസ്മിൻ ഇങ്ങനെ എഴുതിയത്? ഏതുതരം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ വാചകം? സംശയം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. സാത്താൻ സേവയോ സമാനമായതുമായ പൊതുധാരാവിരുദ്ധമായ രഹസ്യ വിശ്വാസാചാരങ്ങളുടെ ഭാഗമാണോ ഈ വാചകമെന്നതാണ് സംശയം. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കിയ ശേഷം അതുപേക്ഷിച്ചതും മതഗ്രന്ഥം വലിച്ചെറിഞ്ഞതും മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നതിനെ എതിർത്തതുമെല്ലാം സംശയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. രാത്രിയാത്രയ്ക്കപ്പുറം കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടാവാമെന്ന നിഗമനമാണ് ഈ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്നാൽ ഇതാണ് കാരണമെന്ന് ഉറപ്പിക്കാനുള്ള മറ്റു തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൂടുതലായി ലഭ്യമായിട്ടുമില്ല. വിശ്വാസ സംബന്ധമായി യാഥാസ്ഥിതിക കുടുംബമായിരുന്നു ജോസ്മോന്റെയും ജെസ്സിയുടെയും. പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മാതാപിതാക്കൾക്കും മകൾക്കുമിടയിൽ അകലമുണ്ടാക്കി. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ കൊലപാതക ദിവസവും രാത്രി പുറത്തുപോയി. 11 മണിയോടെ മടങ്ങിയെത്തിയപ്പോൾ പിതാവ് വൈകിയതിനെ ചോദ്യം ചെയ്തു. അടുത്തിരുന്ന വെള്ളവും കുപ്പിയും എടുത്ത് പിതാവിനെ എറിഞ്ഞു. ജോസ്മോൻ രോഷകുലനായി കയറി പിടിച്ചപ്പോൾ അമ്മയെയും മുത്തശ്ശനെയും ആഞ്ഞു ചവിട്ടി. ബൈബിൾ വലിച്ചെറിയാനായി എടുത്തതോടെ ജോസ്മോൻ കഴുത്തിൽ പിടിമുറുക്കി. അമ്മ പിന്നിൽ നിന്ന് ഏഞ്ചലിന്റെ കൈ ബലമായി പിടിച്ചു. ബോധരഹിതയായി വീണ അവളെ ജോസ്മോൻ വീണ്ടും തോർത്തുപയോഗിച്ച് കഴുത്തു ഞെരിച്ച് മരണമുറപ്പാക്കി. വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നത്? ഇങ്ങനൊരു ആണ്. അതായിരുന്നു അച്ഛനെ അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കി തിരുവസ്ത്രമണിഞ്ഞെത്തിയ ഏഞ്ചലിനെ കണ്ട ഓർമ്മ അയൽവാസിയായ സ്ത്രീ പങ്കുവച്ചിരുന്നു. ഏഞ്ചലിന് സ്തുതി നൽകിയപ്പോൾ തങ്ങളെ ഒന്ന് നോക്കിയതുപോലുമില്ല. മുഖം ദേഷ്യഭാവത്തിലായിരുന്നു. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ തിരുവസ്ത്രം ഉപേക്ഷിച്ചതായാണ് അറിഞ്ഞതെന്നും അവർ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും ഏഞ്ചലിന്റെ സ്വഭാവം മാറുമായിരുന്നുവെന്ന് ഭർത്താവും മൊഴി നൽകിയിട്ടുണ്ട്. വളരെയധികം ദേഷ്യം എല്ലാവരോടും വെച്ചു പുലർത്തി. കുടുംബാംഗങ്ങളോടൊഴികെ നാട്ടുകാരോട് വളരെ സൗമ്യമായ ഇടപെടൽ. ചൊവ്വാഴ്ച ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ രാത്രി 11 വരെ പിന്നീട് എവിടെയായിരുന്നു? ഒറ്റക്കുള്ള സഞ്ചാരങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളുമൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യങ്ങളായി ഉയർന്നു നിൽക്കുന്നു. താമസിച്ചു വന്നതുകൊണ്ട് മാത്രം ഒരു മകളെ ആരെങ്കിലും കൊലപ്പെടുത്തുമോ? മാതാപിതാക്കൾ രണ്ടുപേരും അവൾ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്ന് ഒരുപോലെ ആഗ്രഹിക്കുമോ? അതിനുള്ള ഉത്തരം ഒളിഞ്ഞുകിടക്കുന്നത് ഏഞ്ചൽ രാത്രികാലങ്ങൾ സഞ്ചരിച്ച ആ വഴികളിൽ എവിടെയോ ആണ്. ഒപ്പം വീടിന്റെ ചുവരിൽ എഴുതി വച്ചിരിക്കുന്ന ആ വാചകങ്ങളിലും. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.
കണ്ണൂർ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയായി 5-ാം വയസ്സിൽ നഷ്ടമായത് ഒരു കാൽ. എന്നാൽ അന്നത്തെ 5 വയസ്സുകാരി അസ്നയുടെയും കുടുംബത്തിന്റെയും നിശ്ചയദാർഢ്യത്തെ തകർക്കാൻ സമനില തെറ്റിയ ഒരു രാഷ്ട്രീയ വെറിക്കുമായിരുന്നില്ല. ഇപ്പോൾ രോഗികൾക്ക് ആശ്വാസം പകരുന്ന ഡോക്ടർ അസ്ന വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കണ്ണൂരിൽ രാഷ്ട്രീയ അക്രമത്തിനിടെ ബോംബേറിൽ കാൽനഷ്ടമായ ചെറുവാഞ്ചേരി പൂവത്തൂർ തരിശിപ്പറമ്പത്ത് ഡോക്ടർ അസ്ന വിവാഹിതയായി. ആലക്കോട് അരങ്ങംവാഴയിൽ വീട്ടിൽ VK നാരായണന്റെയും ലീന നാരായണന്റെയും മകനും ഷാർജയിൽ എഞ്ചിനീയറുമായ നിഖിലാണ് വരൻ. തദ്ദേശ തിരഞ്ഞെടുപ്പിനിടെ 2000 സെപ്റ്റംബർ 27-ന് ബോംബേറിലാണ് 5 വയസ്സുകാരി അസ്നയ്ക്ക് കാൽ നഷ്ടപ്പെട്ടത്. പോളിംഗ് സ്റ്റേഷനായിരുന്ന പൂവത്തൂർ LP സ്കൂൾ ബൂത്തിന് സമീപം അക്രമികൾ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ എറിഞ്ഞ ബോംബ് സമീപത്തെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അസ്നയുടെ മേലേക്ക് വീഴുകയായിരുന്നു. അമ്മ ശാന്തയ്ക്കും അനിയൻ ആനന്ദിനും സാരമായി പരിക്കേറ്റു. പിന്നീടുള്ള അസ്നയുടെ ഓരോ ചുവടിലും പിതാവ് നാണുവും കരുത്തായി ഒപ്പമുണ്ടായിരുന്നു. രാഷ്ട്രീയ സംഘർഷത്തിന് വേദിയായ പൂവത്തൂർ LP സ്കൂളിന് മുന്നിലായിരുന്നു വിവാഹപ്പന്തൽ. വിവാഹദിനം അച്ഛൻ നാണുവില്ലെന്ന ദുഃഖം മാത്രമാണ് അസ്നയ്ക്ക് ബാക്കിയുള്ളത്. 24 വർഷങ്ങൾക്കിപ്പുറം ചെറുവാഞ്ചേരിയും കണ്ണൂരുമെല്ലാം ഒരുപാട് മാറി. രാഷ്ട്രീയ കൊലയും ബോംബേറുമെല്ലാം കഴിഞ്ഞ കാലമെന്ന വിശേഷണത്തിലേക്ക് മെല്ലെ മാറുകയാണ്. സമാധാന ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് വെളിച്ചമായി അസ്നയുടെ ജീവിതം മുന്നിലുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. കരൾ രോഗബാധിതനായ 1.5 വയസ്സുകാരന്റെ ചികിത്സയ്ക്ക് വഴി തേടുകയാണ് മാതാപിതാക്കളായ അഞ്ജനയും ശ്രീജിത്തും. കുഞ്ഞിനെ തിരികെ കൊണ്ടുവരാൻ കരൾ മാറ്റിവെക്കണം. മകന് കരൾ പകുത്തു നൽകാൻ ശ്രീജിത്ത് ഒരുക്കമാണ്. പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട പണം കണ്ടെത്താനാവാതെ വിഷമിക്കുകയാണ് കുടുംബം. കരൾ രോഗബാധിതനായ 1.5 വയസ്സുള്ള മകന്റെ മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് നെയ്യാറ്റിങ്കര കൊല്ലയിൽ സ്വദേശികളായ ശ്രീജിത്തും അഞ്ജനയും. ലക്ഷങ്ങൾ ചെലവ് വരുന്ന ശസ്ത്രക്രിയ എത്രയും വേഗം ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഏകമകനായ ശ്രീയാൻഷിന് മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് ഈ മാതാപിതാക്കൾ. എനിക്ക് മരപ്പണിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും വലിയൊരു ഫണ്ട് കാണാനുള്ള ശേഷിയില്ല. എനിക്ക് ചിന്തിക്കാവുന്ന അപ്പുറമാണ് ആ ഫണ്ട്. എല്ലാവരും എന്നെ സഹായിക്കുക, എന്നെ മോനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും സഹകരിക്കുക. കുഞ്ഞ് ജനിച്ച് 3-ാം മാസം മുതൽ കണ്ണിൽ കണ്ട മഞ്ഞ നിറമായിരുന്നു രോഗത്തിന്റെ തുടക്കം. തുടർന്ന് ഏറെക്കാലം തിരുവനന്തപുരം SATയിൽ ചികിത്സ തേടി. തുടക്കത്തിൽ പിത്തസഞ്ചിയുടെ തകരാറാണ് ഇതിന് കാരണമെന്ന് കരുതി ചികിത്സ തുടർന്നു. രോഗം മൂർച്ഛിച്ചപ്പോൾ കരൾ മാറ്റിവെക്കലല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി. ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഈ ശസ്ത്രക്രിയയ്ക്ക് ഇനി എന്തെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഈ കുടുംബത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല. വളരെ നിർധന കുടുംബത്തിലുള്ള ഒരു കുഞ്ഞാണ് ശ്രീയാൻഷ്. അപ്പോൾ അയാളുടെ ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഇവിടെ നാട്ടുകാർ ഒന്നടങ്കം അല്ലെങ്കിൽ ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞിന് ആവശ്യമായ ചികിത്സയ്ക്കുള്ള ഫണ്ട് കണ്ടെത്താനുള്ള വലിയ പരിശ്രമം നടത്തി വരികയാണ്. മരപ്പണിക്കാരനായ ശ്രീജിത്തിനും ജന്മനാൽ ഇടതു കണ്ണിന് പൂർണ്ണമായി കാഴ്ചയില്ലാത്ത അഞ്ജനയ്ക്കും കൂട്ടിയാൽ കൂടുന്നതല്ല മകന്റെ ചികിത്സയ്ക്കുള്ള തുക. ആകെയുള്ള 5 സെന്റ് സ്ഥലവും വീടും നിലവിൽ ലോണിലാണ്. നാളിതുവരെയുള്ള ശ്രീയാൻഷിന്റെ ചികിത്സയും കുടുംബത്തെ കൂടുതൽ കടക്കണിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അച്ഛന്റെ കരൾ മകന് പകുത്തു നൽകാൻ തയ്യാറാണെങ്കിലും ഇതിലേക്ക് വരുന്ന ലക്ഷങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ നിൽക്കുകയാണ് കുടുംബം. കുഞ്ഞിൻ്റെ പിത്തസഞ്ചിക്ക് അതിൻ്റെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഡോക്ടർ പറയുകയും അതിനനുസരിച്ച് ചികിത്സ ചെയ്യുകയും ഒരു 5 മാസം കഴിയുന്ന സമയത്ത് കരളിനെ അത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ കരൾ പൂർണ്ണമായിട്ടും ഒരു മലിനമായിട്ടുണ്ട്. അപ്പം വളരെ വേഗത്തിൽ തന്നെ കരൾ മാറ്റി വയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീയാൻഷിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ധനലക്ഷ്മി ബാങ്കിന്റെ ഉദയംകുളങ്ങര ശാഖയിൽ ശ്രീയാൻഷിന്റെ അമ്മ അഞ്ജന ചന്ദ്രന്റെ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,060 രൂപ, പവന് 72,480 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7,475 രൂപ, പവന് 59,800 രൂപ. വെള്ളി ഗ്രാമിന് 119 രൂപ, കിലോഗ്രാമിന് 1,19,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
the versatile jewelry. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇനി പ്രാദേശിക വാർത്തകളുമായി സകലമാന കേരളം കാണാം. അനുശ്രീ ചേരും.